നമസ്കാരം, ഫ്ലോട്ടിംഗ് വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സുസുക്കിയുടെ വേഴ്സ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതെ, 2001 വേഴ്സ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ എത്തുന്നത്. 2009 അവസാനത്തോടു കൂടി വേഴ്സ മാർക്കറ്റിൽ നിന്ന് പിൻവാങ്ങി അറൗണ്ട് പറഞ്ഞ മോഡൽ വന്നു. 8 വർഷത്തെ ആകെ ഒരു ചുരുങ്ങിയ അളവിലാണ് കാലഘട്ടങ്ങളിലാണ് ഈ വാഹനങ്ങൾ പുറത്തിറങ്ങിയത്. അതെ, ഈ വാഹനം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്യാരി അല്ലെങ്കിൽ എവരി പ്ലസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ഒരു ഇമ്പോർട്ട് മോഡലിന് വേണമെങ്കിൽ ഈ മോഡലിന് ഒന്ന് പറയപ്പെടാവുന്ന ഒരു മോഡലാണ്. അതിനെ അവലംബിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു ഇന്ത്യൻ വേർഷൻ ആണ് ഈ പറയുന്ന വേഴ്സ എന്ന് പറയുന്ന മോഡൽ. ഇത് ആക്ച്വലി 1.3 ലിറ്റർ CC എഞ്ചിനാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് സെയിം സ്റ്റീം എഞ്ചിനാണ് വരുന്നത്. ഗിയർ ബോക്സിനാണ് ആകെ ചെറിയൊരു വേരിയേഷൻ ചേഞ്ച് ഉള്ളത്. 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആയിട്ട് വരുന്ന 3 വേരിയൻസിൽ ഇത് അവൈലബിൾ ആയിരുന്നു ആക്ച്വലി അന്നത്തെ കാലത്ത്. അതെ, അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് ആണ്. ഇതിന്റെ മുകളിൽ ഒരു DX2 എന്ന് പറഞ്ഞൊരു വേരിയന്റും കൂടെ അവൈലബിൾ ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒമ്നിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമല്ല. ഒമ്നിയേക്കാളും കുറച്ചും കൂടെ അല്ല, വളരെ നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളതും കാണാൻ കുറച്ചും കൂടെ എന്താ പറയാ ആൾക്കാർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. പക്ഷെ ആ ഇറങ്ങിയ ഒരു സമയം അത്ര കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു വാഹനത്തിന് പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക് വന്നത്. അതുകൊണ്ട് അധികം വാഹനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നില്ല. ബാക്കിയുള്ള വണ്ടികൾ ഒമ്നിനെ വെച്ച് നോക്കുവാണെങ്കിലും കുറച്ചും കൂടെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും കൂടെ കൂട്ടി ഇറക്കിയ ഒരു മോഡലിലാണെങ്കിൽ ഈ മോഡലിനെ പറയാം. തീർച്ചയായിട്ടും ഈ വാഹനത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ AC ആണെങ്കിൽ തന്നെ കംപ്ലീറ്റ് എല്ലാ സൈഡിലും AC വരുന്നുണ്ട്. അതെ, അതൊക്കെ ആ ഒരു സമയത്ത് തന്നെ മാരുതി ഈ ഒരു വാഹനത്തിൽ ഇറക്കിയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ ആ ഒരു കാറ്റഗറിയിലാണ് ഈ വാഹനത്തെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് കിട്ടിയത് അത്യാവശ്യം നീറ്റായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു വെഹിക്കിളാണ്. അതെ, ഇത് ആക്ച്വലി 2006 മോഡൽ വാഹനമാണ്. ഇതിന്റെ കളർ ശരിക്കും കണ്ട ഗോൾഡൻ പോലെ ഫീൽ ചെയ്യുമെങ്കിലും ഇത് ശരിക്കും പറഞ്ഞ പേൾ സിൽവർ എന്ന് പറയുന്ന ഒരു കളറാണ്. അന്ന് എനിക്ക് തോന്നുന്നത് ഒരു 5 കളേഴ്സിലായിരുന്നു ഈ വാഹനം അവൈലബിൾ ആയിട്ട്. അതെ, അപ്പോൾ ഇത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വാഹനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇതിലൊരു 15 ഇഞ്ച് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ലോ പ്രൊഫൈൽ ടയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ അത്യാവശ്യം നീറ്റായിട്ടുള്ള രീതിയിലൊരു ഗ്രാഫിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പനി സ്റ്റോക്ക് വരുന്ന ഫോഗ് ലാമ്പ് അല്ല, ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ബോണറ്റിൽ ഒരു ഗ്രിൽ പോർഷൻ പോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റ്ഫുള്ളി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ പറയാം. ആക്ച്വലി ഈ വാഹനത്തിന്റെ ഓണർ ഒരു വണ്ടിപ്രാന്തനാണ്. ഇത് കൂടാതെ വേറെ 2 വാഹനങ്ങളുണ്ട്. അപ്പൊ പുള്ളിയുടെ അങ്ങനത്തെ ഉള്ള പർപ്പസിന് വേണ്ടിയാണ് ഈ വാഹനം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേഴ്സയിലോട്ട് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ വാഹനം 2001 മുതൽ 2008 വരെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പറഞ്ഞു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഇതിന്റെ മൈലേജ് ഒരു വലിയ ഫാക്ടർ ആയിരുന്നു. മൈലേജ് 11 കിലോമീറ്ററാണ് കമ്പനി പറഞ്ഞിരുന്ന മൈലേജ്. ഈ വാഹനത്തിന് ഒരു 9 കിട്ടണമെന്നുള്ളൂ. അതെ, ഏകദേശം ആ ഒരു റേഞ്ചിലാണ് ഇതിന് മൈലേജ് കിട്ടിയിരുന്നത്. പിന്നെ ആക്ച്വലി ഈ ഒരു കാറ്റഗറിയിലുള്ള വാഹനത്തിന് ആൾക്കാർക്ക് അത്രത്തോളം അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാം. അന്നത്തെ കാലത്ത് അതൊരു പ്രീമിയം സെഗ്മെന്റിൽ വന്ന വാഹനത്തിന്റെ വിലയായിരുന്നു. ഈ പറഞ്ഞ പോലെ 3.4 lakhs 3.63 ആയിരുന്നു സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിരുന്നത്. ഏകദേശം 4.78 വരെ എക്സ്ഷോറൂം പ്രൈസ് ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു വേരിയന്റ് അനുസരിച്ച്. പിന്നെ അത് തന്നെയല്ല, ആൾക്കാർക്കിടയിലേക്ക് ഇങ്ങനത്തെ വാഹനത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതിന് മുന്നേ ആണെങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒമ്നിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പോലും എപ്പോഴും കിഡ്നാപ്പിംഗ് വാഹനങ്ങളെ പോലെയാണ് നമ്മൾ ഒമ്നി എന്ന് പറയുന്ന വാഹനത്തെ നമ്മുടെ സിനിമകളിൽ കൂടെ ആണെങ്കിലും അല്ലെങ്കിലും മുംബൈ സൈഡിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ആ വാഹനത്തിന്റെ ഒരു പേര്. പിന്നീട് പശ്ചാത്താപം കൊണ്ട് എന്താ പറയാ ഒമ്നി ഇപ്പോൾ ആംബുലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് ട്രോളുകളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം മാരുതി ഉദ്ദേശിച്ച ഒരു മാർക്കറ്റ് ഇവിടെ പിടിക്കാൻ പറ്റിയില്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ കുറച്ചും കൂടെ സ്വീകാര്യത കിട്ടിയിരുന്നു. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു അവരുടെ ഒരു എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ വാഹനത്തിന്. പക്ഷെ ഇക്കോയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇക്കോ ഏകദേശം ഒരു 19 കിലോമീറ്റേഴ്സ് മൈലേജിലാണ് അവർ. അത് കുറച്ചും കൂടെ മൈലേജ് ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു പല പർപ്പസിനായിട്ടും ഈക്കോ ഉപയോഗിക്കാറുണ്ട്. ഗുഡ്സ് വെഹിക്കിൾ ആയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഈക്കോ കാണാൻ പറ്റുന്നു. പക്ഷെ ഈ വാഹനം നോക്കുകയാണെങ്കിൽ ഓവറോൾ നല്ല വാഹനമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എനിക്ക് തോന്നുന്നു 8 സീറ്റഡ് വെഹിക്കിൾ ആണ് ആക്ച്വലി ഇത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പം ഒമ്നി നോക്കുകയാണെങ്കിൽ അതൊരു മിഡ് എഞ്ചിൻ വാഹനമായിരുന്നു. അപ്പം അതിന്റെ ഹീറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലോട്ട് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എഞ്ചിനൊക്കെ ഫ്രണ്ടിലോട്ട് മാറ്റി. പിന്നെ AC ഓപ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, റിയർ വെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് കൺട്രോൾ ചെയ്യാനായിട്ട് വേറെ സെപ്പറേറ്റ് നോബും കാര്യങ്ങളൊക്കെ റിയറിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ വരുന്നുണ്ട് വാഹനത്തിൽ. പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള പെർഫോമൻസ് വരുന്ന വാഹനമാണ്. 83 bhp ഉണ്ട്. അതേപോലെ തന്നെ 102 Nm ടോർക്ക് ഉണ്ട്. അത്യാവശ്യം പെപ്പി ഡ്രൈവിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു വെഹിക്കിളും കൂടെയാണിത്. എനിക്കൊന്ന് എഞ്ചിൻ നോയ്സ് ഒന്നും അത് ഈ വാഹനത്തിനുള്ളിലേക്ക് വരുന്നില്ല. ശരിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ 6 AC ഇവന്റ് ഒക്കെ ഒരു വണ്ടിയിൽ, അതും സുസുക്കിയുടെ വണ്ടിയിൽ ഭയങ്കര ഒരു എന്താ പറയാ
കാണാൻ വളരെ സാധ്യത കുറഞ്ഞ ഒരു ഇതായിരുന്നു അതെ, അതെ, അതെ. കാലഘട്ടങ്ങളിൽ. കറക്റ്റ് അന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അങ്ങനെ ഈക്കോല് പോലും ആ ഒരു ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായില്ല. തീർച്ചയായിട്ടും അതെ. അത് ചിലപ്പോ ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോ അന്നത്തെ കാലത്ത് ഈ വണ്ടിക്ക് മൈലേജ് ഷോർട്ട് വന്നതും നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താ. അല്ല, നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും വണ്ടിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ്. 83 BHP എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്. അപ്പോൾ ആ വരുന്ന വാഹനത്തിൽ 1.3 ലിറ്റർ എഞ്ചിൻ. അതെ. അപ്പോൾ ആ എഞ്ചിനിൽ സ്വാഭാവികമായിട്ടും മൈലേജ് വളരെ കുറവായിരിക്കും. അതെ അതെ. അതുപോലെ തന്നെ ഇപ്പൊ 100 ലെവലിൽ ക്രൂസ് ചെയ്ത് പോകാനും അത്യാവശ്യം ഒരു നല്ലൊരു എഞ്ചിനാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഇതിന്റെ ഇന്റീരിയറിലോട്ട് വരികയാണെങ്കിൽ വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഇന്റീരിയർ തന്നെയാണ്. കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല. ഇപ്പൊ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ AC വെന്റുകൾ നമുക്ക് ഓൾട്ടോയുടെ ആ ഒരു ഇന്റീരിയറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയുണ്ട്. പിന്നെ പറഞ്ഞ പോലെ മീറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇത് നോർമലി ഉള്ള ഒരു അനലോഗ് മീറ്റർ ആണ്. ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ അതുകൂടാതെ RPM മീറ്റർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് ആളൊരു ആൻഡ്രോയിഡ് സെറ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനകത്ത് റിയർ AC ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഒരു റിയർ AC സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിന്റെ കൺട്രോൾ ബാക്കിലും ഉണ്ട്. നമുക്ക് അവിടെ അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും കൂട്ടാനും AC യുടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ എനിക്ക് ഇപ്പൊ തോന്നുന്ന ഒരു 8 AC വെന്റ്സ് ഉണ്ട് ഈ കാറിൽ. ആക്ച്വലി ഫ്രണ്ടിലും 4 ബാക്കിലും 4 ആയിട്ട്. അതെ അതെ അതെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ എല്ലാവർക്കും ഓരോ പേഴ്സൺസിന് വേണ്ടി ഓരോ AC വെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ്. അല്ലെങ്കിൽ തന്നെ മാരുതിയുടെ വാഹനങ്ങളിലുള്ള AC അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന. അതെ അതെ. നമ്മൾ 800 മുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള AC മാരുതിയുടെ വാഹനങ്ങളിൽ എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഇതിന്റെ അത് മെയിൻ ആയിട്ട് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണർ വരുത്തിയാണ് ഒരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലത്തെ മിഡിൽ തന്നെ സീറ്റ് കുറച്ചും കൂടെ മാറ്റിയിട്ട് സപ്പോർട്ടൊക്കെ ഉള്ള ഒരു സീറ്റാണ് ഇതിന്റെ അത് വെച്ചിരിക്കുന്നത്. അതെ അതെ. ആള് കുറച്ചും കൂടെ ടൂറർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടാവാം.